ഗൈസ്, വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം ചെയ്ത അഫാനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അവന് ചില കാര്യങ്ങളിൽ ചില ഹാബിറ്റുകൾ അവനക്കുണ്ട്. അത് എന്താന്ന് നിങ്ങൾക്ക് അറിയോ? ഒന്ന്, രാത്രി സമയങ്ങളിൽ അവന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നൊരു പ്രവണത അവനക്കുണ്ട്. അവനക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു രാത്രി സമയങ്ങളിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അവൻ ഇനി MDMA അടിച്ചിട്ടാണോ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. രണ്ടാമത്തുള്ളൊരു കാര്യം, അവന് സിനിമകളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. സിനിമ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് എങ്ങനത്തെ സിനിമ? ബ്രൂട്ടൽ ടൈപ്പുള്ള സിനിമകളുണ്ടല്ലോ, കഴുത്തറുത്ത് കൊല്ലുക, നമ്മളെ മെഷീനൊക്കെ ഇങ്ങനെ വായിലൂടെ കയറ്റിയിട്ട് ഇങ്ങനെ ഇപ്പുറത്തേക്ക് ഇടുക, തല പൊട്ടിക്കുക, അങ്ങനത്തെ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവർ രാത്രി സമയങ്ങളിൽ റൂമിൽ ഇരുന്നിട്ട് ഏറ്റവും കൂടുതൽ കണ്ട് ആസ്വദിക്കുന്ന സിനിമ ഇങ്ങനത്തെ സിനിമകളായിരുന്നു. ഈ കൊലപാതകം കൃത്യം ചെയ്യുന്നതിന് മുമ്പ് അവൻ കണ്ട സിനിമ അവൻ പറയുന്നുണ്ട്. അവൻ കണ്ട സിനിമ ഏതായിരുന്നു? മാർക്കോ കണ്ടതിന് ശേഷമാണ് അവന് ഇങ്ങനത്തെ ഒരു മൈൻഡ് അവൻ്റെ തലയിലോട്ട് കയറിയത്. എന്നിട്ട് അവൻ പോയിട്ട് ബാറിൽ പോയിട്ട് രണ്ടെണ്ണം അടിച്ചിട്ടാണ് അവൻ ഈ പ്രവൃത്തിയിലോട്ട് വരുന്നത്. നിങ്ങൾ ഓർക്കണം, ഇതിന് കാരണം എല്ലാം മയക്കുമരുന്ന് മാത്രമല്ല, ഇപ്പോൾ ഇറങ്ങുന്ന ഇപ്പോഴത്തെ സിനിമകളും ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഈ മയക്കുമരുന്ന് പോലെ തന്നെ ഏറ്റവും കൂടുതൽ അഡിക്റ്റ് ആവുന്ന ഒരു സംഭവം തന്നെയാണ് ഈ സിനിമ. നമ്മൾ പല സിനിമകളിൽ കാണുന്ന പല സീനുകളാണ് ഇപ്പോൾ നമ്മളെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൃത്യങ്ങൾ. ആർക്കോ സിനിമക്കകത്ത് കാണിക്കുന്ന എന്താ? ഗ്യാസ് സിലിണ്ടർ എടുത്തിട്ട് തല കുത്തി പൊട്ടിക്കുക, അതുപോലെ തന്നെ ചുറ്റികെടുത്തടിക്കുക, ഗർഭപാത്രത്തിൽ നിന്ന് കുഞ്ഞിനെ എടുത്തിട്ട് പൊക്കി നടക്കുക, ഇങ്ങനത്തെ ബ്രൂഡലായിട്ടുള്ള സിനിമകളൊക്കെയാണ് ഇപ്പോൾ നമ്മളെ സമൂഹത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു ആപത്ത് തന്നെയാണ്, അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമ്മൾ പറയണം. ഈ ലഹരിയുടെ പോലെ തന്നെ നമുക്ക് കിട്ടുന്ന മറ്റൊരു ലഹരിയാണ് ഈ സിനിമ എന്ന് പറയുന്ന സംഭവം. സിനിമയിൽ നമ്മൾ എന്തെല്ലോ കാണുന്നോ അതല്ല ഇപ്പോൾ നമ്മൾ ഈ സമൂഹത്തിൽ പ്രാബല്യത്തിൽ വരുന്നത്. സിനിമയിൽ നമ്മൾ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോഡൽ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ അത് വരുന്നത്. അതുപോലെ തന്നെ സിനിമയിൽ എങ്ങനെയാണോ സ്റ്റണ്ടിങ് വരുന്നത് അത് നടക്കുന്നു. സിനിമയിൽ ഏത് തരത്തിലുള്ള കൊലപാതകങ്ങൾ വരുന്നോ അതുപോലെ തന്നെ കൊലപാതകം നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ലേ? അതുപോലെ തന്നെയാണ് അവസാനം ഇവന് കണ്ട മാർക്കോ സിനിമയിലെ രംഗങ്ങൾ. എടാ, പണ്ടത്തെ സിനിമകൾ എന്ന് പറയുന്നത് നമുക്ക് കണ്ടിരിക്കാനും ആസ്വദിക്കാനും പറ്റുന്ന നല്ല നല്ല കൊമേഡിയൻ സിനിമകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്താണ്? ഒരു റിവെഞ്ച് സിനിമ, ഒരാൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് റിവെഞ്ച് ചെയ്യുക, വെടിവെച്ച് കൊല്ലുക. ഇപ്പോഴത്തെ തലമുറകൾക്ക് കാണാൻ പറ്റിയ സിനിമകളാണ് ഇതൊക്കെ. എന്താ നിങ്ങളുടെ അഭിപ്രായം? പറ. സ്വന്തം കൂടപ്പിറപ്പിനെയും മാതാവിനെയും കൊല്ലാൻ ഉള്ള മൈൻഡ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ലഹരി പദാർത്ഥങ്ങൾ മാത്രമല്ല, സിനിമയും ഇതുപോലത്തെ ലഹരി വരുന്ന ഒരു സംഭവം തന്നെയാണ് ഈ സിനിമ. അവൻ കൊല്ലാനുള്ള അവൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ചുമ്മാ എന്തായാലും അവന് കൊല്ലണം എന്ന് തോന്നി. പക്ഷെ കൊല്ലാനുള്ള ആ ധൈര്യം വന്നത് എവിടുന്ന? ഇതുപോലത്തെ സിനിമകൾ കണ്ടിട്ടാ. അത് ഇതുപോലത്തെ സിനിമകളൊക്കെ ബാൻ ചെയ്യണം, ശരിയല്ലേ? അവന് ഇതുപോലത്തെ ചില ഹാബിറ്റുകളുണ്ട്. മാതാപിതാക്കൾക്ക് മക്കൾ എങ്ങനത്തെയാണെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല.